നിലം പറ്റി വളരുന്ന ഒരു ഔഷധച്ചെടിയാണ് ആനച്ചെടി. ഇതിന് നിരവധി ആരോഗ്യഗുണങ്ങളുണ്ട്. ഈ സസ്യം ആനയിടിയൻ, ആനച്ചുണ്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആനയുടെ പദം പോലെ നിലത്ത് പറ്റി വളരുന്നതിനാൽ അതിനെ ആനച്ചെടി എന്ന് പറയപ്പെടുന്നത്. കനുകളിൽ വളരുന്ന ഈ ചെടി പല അസുഖങ്ങൾക്കും ഒറ്റമൂലിയാണ്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത്. പൂ കൊഴിഞ്ഞു പോയതിനു ശേഷം ഉണ്ടാകുന്ന ചെറുവിത്തുകളിൽ നിന്നാണ് പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. സമൂലം ഔഷധയോഗ്യമായ ആനച്ചെടി ഒറ്റമൂലിയായി നാട്ടുവൈദ്യന്മാർ ഉപയോഗിച്ചു വരുന്നു. പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ പല പോഷകഘടകങ്ങളും ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. പ്രമേഹത്തിനും കൊളസ്ട്രോളിനുമുള്ള പ്രകൃതിയുടെ മരുന്നാണ് ഈ ചെടി. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ നിർത്താനും ഈ പ്രത്യേക ചെടി ഏറെ സഹായിക്കും. ഇത് അല്പദിവസം അടുപ്പിച്ച് കഴിക്കുന്നത് 2 പ്രശ്നങ്ങൾക്ക് നാട്ടുവൈദ്യനെന്ന് വേണം പറയാൻ. വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണിത്. ദഹനപ്രക്രിയ ശക്തിപ്പെടുത്താനും വയറ്റിലുണ്ടാകുന്ന അസിഡിറ്റി, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ്. ദഹനം പോലെയാകാൻ ഇത് സഹായിക്കുന്നു. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്ന് കൂടിയാണ്. ഇത് ആമാശയ രോഗങ്ങൾക്കും പൈൽസിനുമുള്ള നല്ലൊരു മരുന്നാണ്. കൂടാതെ ആണിരോഗം അകറ്റുവാൻ ആനച്ചെടി അരച്ചിട്ടാൽ മതി. ആനച്ചെടി താളിയാക്കി തലയിൽ പുരട്ടിയാൽ താരനില്ലാതെയാകും. മുടി സമൃദ്ധമായി വളരുവാൻ ചെയ്യുന്നു. ആനച്ചെടി സമൂലം കഷായം സേവിക്കുന്ന കൊളസ്ട്രോൾ നിയന്ത്രണമാണ്. ആനച്ചുവടിയുടെ വേരിൻ്റെ കഷായം സേവിക്കുന്നത് ക്ഷതങ്ങൾ മാറുവാൻ നല്ലതാണ്. ആനച്ചെടി സമൂലം കഷായം വെച്ച് കഴിച്ചാൽ വേദന കൂടിയ മൂത്രം പോക്ക്, മൂത്രനാളി രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പനി, വയറിളക്കം എന്നിവ ശമിക്കും. 5-ാം പനിക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത്. ഇതിന് നീരും കടുക്കത്തോടും ചേർത്ത് കഴിച്ചാൽ 5-ാം പനിക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത്. ഇതിന് നീരും കടുക്കത്തോടും ചേർത്ത് കഴിച്ചാൽ 5-ാം പനിയിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഇതുപോലെ പാലിൽ ചേർത്ത് കഴിക്കുന്ന ചിക്കൻ ബോക്സിനുമുള്ള നല്ലൊരു മരുന്നാണ്.